കേരളത്തിലെ IT മേഖലയെയും തൊഴിൽ രംഗത്തെയും ഒന്നടങ്കം പിടിച്ചുലച്ച കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ വിവാദം നിർണായക ഘട്ടത്തിലേക്ക്. US കമ്പനിയായ കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലെ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പരിഹാരമായില്ല. എന്നാൽ ഈ മാസം 20-ന് കമ്പനി അധികൃതരുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാരും ലോക്കൽ MPയും ലോക്കൽ MLAയും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും വളരെ കാര്യക്ഷമമായി ഇതിൽ ഇടപെടുകയും US ബേസ്ഡ് ജില്ലാ ഭരണകൂടവും ട്രേഡ് യൂണിയൻസും എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ട് ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി എല്ലാവരുമായും അവർ കമ്പനി പ്രതിനിധികളുമായി നിരന്തരമായി സംസാരിക്കുകയും ആദ്യത്തെ ദിവസം നമുക്കറിയാം 3-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ അവിടെ എല്ലാവരും എത്തി, MLAയും MPയും മറ്റെല്ലാവരും അതുപോലെ ലേബർ ഓഫീസർ, റീജിയണൽ ലേബർ ഓഫീസർ എല്ലാവരും എത്തുകയും ഞാനും കമ്മീഷണറും സെക്രട്ടറിയും അടക്കമുള്ളവർ, CMO അടക്കമുള്ളവർ നിരന്തരമായി മോണിറ്റർ ചെയ്യുകയും ചെയ്ത് കമ്പനിയുടെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് തിങ്കളാഴ്ച സെക്രട്ടറി ലെവൽ ചർച്ച നടത്താം, അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവരുടെ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം എടുത്ത് ക്ലോഷർ എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായി. കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാവരും ഒരേ രൂപത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ വിഷയത്തിൽ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി ഇറങ്ങി. പക്ഷേ എന്നിട്ട് തിങ്കളാഴ്ച കമ്മീഷണർ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് വന്നത്. വീണ്ടും ആവർത്തിച്ച് അവരുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അവർ 10-ാം തീയതിയോ അതിനുശേഷമോ വരാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് 10-ാം തീയതി ഏറ്റവും പെട്ടെന്നാകട്ടെ എന്ന് കരുതി 10-ാം തീയതി ഞങ്ങൾ എല്ലാവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ ചർച്ചയ്ക്ക് വരികയും ചെയ്തു. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസത്തെ പോലെ ലീഗൽ പ്രതിനിധി വന്നു. പക്ഷേ അവരുടെ ബന്ധപ്പെട്ട ഹയർ ഒഫീഷ്യൽസ് എല്ലാം തന്നെ ഓൺലൈനിൽ വന്നു. ഇത്രയും നേരം ഞങ്ങൾ അവരുമായി ചർച്ച നടത്തുകയായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം, കേരള സർക്കാർ ഈ സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി എന്ത് സഹായവും ചെയ്തു തരാൻ, എന്ത് ഭൗതിക സാഹചര്യം ഒരുക്കുവാനും തയ്യാറാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കമ്പനി നേരിട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ജീവനക്കാരെ അവർ തന്നെ അവരുടെ കമ്പനിയുടെ വിവിധ രേഖകൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ ജീവനക്കാരെ, കേരളത്തിലെ ജീവനക്കാരെ വളരെ നല്ല രീതിയിൽ ആ കമ്പനി ഒഫീഷ്യൽസ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും നല്ലതാണെന്ന് അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. 100 പേരുമായി ഇവിടെ തുടങ്ങിയ ഒരു കമ്പനി 500 പേരിൽ കൂടുതൽ കൊച്ചിയിൽ ജീവനക്കാരുമാവുകയും അതിനുശേഷം അതിൻ്റെ ഒരു ബ്രാഞ്ച്, ഒരു സെന്റർ കോഴിക്കോട് തുടങ്ങിയും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയായി ഇതുവരെ ഉണ്ടായിരുന്നു. ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കമ്പനി പൂട്ടുന്നത് വരെ അത് ഏറ്റവും നന്നായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. കമ്പനിയുടെ മറ്റ് രേഖകൾ പരിശോധിച്ചപ്പോൾ കമ്പനി ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനിയും കൂടിയാണ്. എന്നിട്ടും ഇത് ക്ലോസ് ചെയ്തതിനെ കുറിച്ച് റിട്രഞ്ച്മെന്റ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചെങ്കിൽ റിട്രഞ്ച്മെന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ 2 സെന്ററിലെ മുഴുവൻ ജീവനക്കാരെയും പുറത്താക്കിയാണ്. അതൊരു ക്ലോഷർ തന്നെയാണ്. ആ ക്ലോഷർ ആണെങ്കിൽ IR കോഡ് അനുസരിച്ചാണെങ്കിൽ പോലും ഗവൺമെന്റിന് നോട്ടീസ് തരേണ്ടതാണ്. അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ഞങ്ങൾ ആ ചർച്ചയിൽ അവർ പറഞ്ഞ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, അവർക്ക് വർക്കില്ല, അതുകൊണ്ട് സെന്റർ അടച്ചുപൂട്ടുക അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ ചർച്ചയിൽ എല്ലാവരും, ഞങ്ങൾ ജനപ്രതിനിധികളും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും ലേബർ ഡിപ്പാർട്ട്മെന്റ് ഓഫീഷ്യൽസും ജില്ലാ കളക്ടർ അടക്കമുള്ള ഞങ്ങൾ എല്ലാവരും ഉന്നയിച്ച ചോദ്യം അതാണ്. നിങ്ങൾക്ക് കമ്പനിയിൽ വർക്കില്ല എങ്കിൽ ഇതൊരു ലൊക്കാലിറ്റിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല. ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇരുന്നു കൊണ്ടായാലും, നോയിഡയിൽ ഇരുന്നു കൊണ്ടായാലും, ഹൈദരാബാദിൽ ഇരുന്നു കൊണ്ടായാലും, ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടായാലും ചെയ്യാവുന്ന വർക്കാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് അടച്ചുപൂട്ടേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് വളരെ കൃത്യമായി ഓരോ പോയിന്റ്സും ഞങ്ങൾ ഓരോരുത്തരും മാറി ചോദിച്ചപ്പോഴും അവർക്ക് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ, ഹംബ്ലി പറയുകയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഇത് വേറൊരു നിവൃത്തിയില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ലേബർ ഫോഴ്സിനെ, ഞങ്ങളുടെ ഡിഗ്നിറ്റിയെ, കേരളത്തിന്റെ ലേബർ ഡിഗ്നിറ്റിയെ അപമാനിക്കുന്ന തരത്തിൽ കമ്പനി പെരുമാറുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അവർ എല്ലാം റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ കമ്പനിക്ക്, ഇതിന്റെ കമ്പനി CEO 2026 ഏറ്റവും മികച്ച CEO ആയി ഇവരെ വന്നത് ഈ നമ്മുടെ കുട്ടികൾ അടക്കമുള്ളവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടുകൂടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് വീണ്ടും അവരുടെ കമ്പനിയിൽ മുന്നിൽ വെച്ചത്. അവസാനം ഞങ്ങളുടെ പ്രപ്പോസൽസ് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികൾ എടുക്കാൻ ഫോഴ്സ്ഫുൾ ആയി തീരും, ഞങ്ങൾ നിർബന്ധിതരാകും എന്നുവരെ പറഞ്ഞു. അവസാനം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അവരുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി 20-ാം തീയതി കമ്പനി ഒഫീഷ്യൽസ് നേരിട്ട് കേരളത്തിലെത്താം.
ഇനിയിപ്പോൾ കൊച്ചിയിൽ വരാമെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വേറെ വെർട്ടിക്കിൾസിനെ കൊണ്ടുവരാൻ അതിനുള്ള കാര്യങ്ങൾ കൂടി, അതായത് ഇതിന്റെ വർക്ക് കിട്ടേണ്ടത് മറ്റു വെർട്ടിക്കിളാണല്ലോ, അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നതടക്കം പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിഷയത്തിൽ പിന്നോട്ടില്ല എന്നാണ് കമ്പനിയുടെ നിലപാട്. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് അനുസരിച്ച് അതിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് പിരിച്ചുവിട്ടതെന്നാണ് കമ്പനി മുൻപേ പറഞ്ഞിരുന്നത്. നിർമ്മിത ബുദ്ധിയുടെ വരവോടെ US തൊഴിൽ നയത്തിലുണ്ടായ മാറ്റവും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാത്തതുമാണ് ഇത്തരമൊരു പിരിച്ചുവിടലിന്റെ കാരണമായി കമ്പനി പറയുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ കമ്പനി പ്രതിനിധികൾ നേരിട്ട് പങ്കെടുത്തില്ല. സംസ്ഥാനത്തിന് പുറത്തുള്ള കമ്പനിയുടെ ഓഫീസുകൾക്ക് ലഭിച്ച പ്രോജക്ട് കരാറുകൾ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിലേക്ക് മാറ്റുക, പരമാവധി ജീവനക്കാരെ ഇവിടെ നിലനിർത്തി ബാക്കിയുള്ളവരെ സംസ്ഥാനത്തിന് പുറത്തുള്ള കമ്പനിയുടെ മറ്റ് ഓഫീസുകളിലേക്ക് വിന്യസിക്കുക, പുതിയതായി നിയമിച്ച ജീവനക്കാരെ മാറ്റി നിർത്തി മറ്റുള്ളവരെ തുടരാൻ അനുവദിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സർക്കാർ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശങ്ങളിലുള്ള മറുപടി 20-ന് നടക്കാനിരിക്കുന്ന ചർച്ചയിൽ കമ്പനി അറിയിക്കും. എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതുവരെ ജീവനക്കാർക്ക് ഓഫീസിൽ പ്രവേശിക്കാനുള്ള അനുവാദം നൽകണമെന്ന സർക്കാരിന്റെ ആവശ്യം കമ്പനി അംഗീകരിച്ചില്ല. 20-ാം തീയതി ചർച്ച വരെ കുട്ടികളെ പ്രവേശിപ്പിക്കണമെന്നാണ് ഞങ്ങൾ നിർദ്ദേശമായി പറഞ്ഞത്. അപ്പോൾ അതിന് അവര് വീട്ടിലിരിക്കട്ടെ എന്ന മറുപടിയാണ് പറഞ്ഞത്. അതിശക്തമായി ഞങ്ങൾ എല്ലാവരും അതിൽ പ്രതിഷേധിച്ച് പറയുകയുണ്ടായി. ആ ഒരു പോയിന്റിൽ മാത്രമാണ് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത്. എന്തായാലും ചർച്ചയ്ക്കായി കമ്പനി 20-ാം തീയതി തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിൽ വകുപ്പ് നടത്തിയ ഒരു ഇടപെടലിനോടും സഹകരിക്കാൻ ഈ അമേരിക്കൻ ആസ്ഥാനമായ കമ്പനി തയ്യാറായിരുന്നില്ല. കേരളത്തിൽ കമ്പനി പ്രവർത്തനം തുടങ്ങിയിട്ട് 4.5 വർഷമായി. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ കൊച്ചി, കോഴിക്കോട് എന്നീ ഓഫീസുകളിൽ നിന്നാണ് 800ഓളം പേരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത്. കഴിഞ്ഞ ജനുവരിയിൽ ബംഗളൂരു ഓഫീസിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിട്ടത് 200 പേരെയാണ്. കൊച്ചിയിൽ നിന്ന് 58 പേരെയും കോഴിക്കോട് നിന്ന് 86 പേരെയും കോറോ ഹെൽത്ത് ജനുവരിയിൽ പിരിച്ചുവിട്ടിരുന്നു. കേരളത്തിലും കഴിഞ്ഞ വർഷം ഏതാനും മാസങ്ങൾക്കിടെ 300 പേരെയാണ് പല ഘട്ടങ്ങളിലായി പിരിച്ചുവിട്ടത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ യാതൊരുവിധ മുൻകൂർ നോട്ടീസും നൽകാതെ നിയമപരമായ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കമ്പനി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. എന്നാൽ മന്ത്രിതല ചർച്ചയിൽ നിലവിലുള്ള തൊഴിൽ പ്രകാരം കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതിന് 60 ദിവസം മുൻപ് ജീവനക്കാർക്ക് നോട്ടീസ് നൽകണമെന്ന് സർക്കാർ വാദിച്ചു. ഈ മാസം 10-ന് നടന്ന മന്ത്രിതല ചർച്ചയിൽ കോറോ ഹെൽത്ത് മാനേജിംഗ് ഡയറക്ടർ യദ്വിന്ദർ സിംഗ് ജസ്പാൽ ഉൾപ്പെടെ 5 കമ്പനി പ്രതിനിധികൾ ഓൺലൈനായും നിയമോപദേഷ്ടാവ് MM ആമിർ സൊഹ്റാബ് നേരിട്ടും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിക്ക് പുറമെ ഹൈബി ഈഡൻ MP, ഉമാ തോമസ് MLA, കളക്ടർ G പ്രിയങ്ക, ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ തുടങ്ങിയവരും ട്രേഡ് യൂണിയൻ ജീവനക്കാരുടെ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ജീവനക്കാരുടെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ എല്ലാ ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു ചേർന്ന് സമരം ആരംഭിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥും ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്ന് തൊഴിൽ നിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനും പ്രതികരിച്ചു.